എന്താന്നറിയില്ല, ഇന്ന് വല്ലാത്ത വിശപ്പ്. കല്യാണി എന്തിയേ? അവളെ ഉറങ്ങിയച്ച. ദിവാകരൻ വന്നോ? ഇല്ല. വാ, ഒന്ന് വേഗാവട്ടെ അമ്മേ. നിനക്കെന്തെന്ന് വല്ലാത്തൊരു ധൃതി? എന്താന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. കച്ചേരി എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചേരി ഗംഭീരായി. എന്ത് ഗംഭീരമായെന്ന്? കഴിക്കാൻ വരട്ടെ. ഭക്ഷണത്തിന് മുന്നിൽ എണ്ണിക്കണ്ട, ഇരിക്കേ. നീ എന്താ പാടിയത്? ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഈ ഭക്ഷണം തരുന്നത് സംഗീത, അത് മറന്നുവൻ. രാഗവർദ്ധിനി രാഗത്തില് ഷഡ്ശ്രുതി ഋഷഭത്തിന്റെ സ്ഥാനത്ത് ഗാന്ധാരം പാടിയതെന്താ നീ? വലിയ വിദ്വാനായി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിൽ നിന്നെടുത്ത് കളയെ. വായിൽ വരുന്നത് മുഴുവൻ അതേപോലെ പാടിയാ സംഗീതമാവില്ല. സംഗീതം ഒരു നാദവികാര ഭാഷയാണ്. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഭക്തി, കോപം, പ്രണയം, അങ്ങനെ എല്ലാ വികാരങ്ങളും അതിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയണം. അതിനാണ് രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗങ്ങളുടെ സ്വരസ്ഥാനം മാറിയാല് അതിന്റെ ഭാവവും വിളിപ്പേരും ഒക്കെ മാറും. നീ എന്നെ അച്ഛ എന്ന് വിളിക്കണമെങ്കിൽ നീ മകന്റെ സ്ഥാനത്തും ഞാൻ അച്ഛന്റെ സ്ഥാനത്തും നിൽക്കണം. അത് മാറിപ്പോയാൽ വിളിപ്പേരും മാറും. അത് തന്നെയാണ് രാഗങ്ങളിൽ സ്വരങ്ങൾക്കുള്ള സ്ഥാനവും. കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന അധ്യാപകനാണ് നീ. മതി, ഇനി അവൻ ഭക്ഷണം കഴിച്ചോട്ടെ. തെറ്റുകൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി ജീവിതത്തിൽ എന്നും അവശേഷിക്കും. കഴിക്ക്. നീ കരയാ? ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ. വാതിലുകളൊക്കെ അടച്ചോ? അടുക്കളയുടെ വാതിലോ? ഇത് കേട്ടാത്തൊന്നും ഞാൻ ഈ വീട്ടിൽ ഇന്ന് വന്ന് കയറിയതാന്ന്. പഴയ കാലല്ല. പത്രം എടുത്ത് നിവർത്തിയ കളവും പിടിച്ചോറിയും മാത്രമേ ഉള്ളൂ. സൂര്യനെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചോ? പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും, അവസാനം ഇങ്ങനൊരു ചോദ്യവും. പാടിയപ്പോ 1-2 സ്ഥലത്ത് പിഴച്ചു എന്നുള്ളത് ശരിയാ. എന്നാലും ആർക്കും മനസ്സിലായിട്ടില്ല. അവൻ ഒന്നുകൂടൊന്നും മനസ്സിരുത്തിയ ശരിയാ. പക്ഷേ അവനൊരു ജോലിയും കൂടി ശരിയായ. ശ്രമിക്കാഞ്ഞിട്ടല്ലോ. അന്ന് ആ പൊതുവാള് പറഞ്ഞ സ്കൂളിലെ ജോലിക്ക് എന്തായിരുന്നു കുഴപ്പം? 2-3 ലക്ഷം കൊടുത്ത് അധ്യാപകനാകുക, അതും സംഗീതാധ്യാപകൻ. തനിക്കറിയാലോ, അക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ എതിർപ്പ് അവനാണ്. പ്രായം എത്രയെന്നറിയോ അവന്? അവസാനം നമ്മള് കുറ്റക്കാരാവരുത് അവന്റെ മുമ്പില്. എല്ലാം ശരിയാവുന്നേ. നമ്മളാരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. രാജിയുടെ വീടിന്റെ പണി 1-2 ആഴ്ചക്കുള്ളിൽ തീരുമെന്നാ മേസ്തിരി പറഞ്ഞത്. തീരുമ്പോ തീരട്ടെ എന്ന്, അതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. ദിവാകരന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പലതും തുടങ്ങി നോക്കിയില്ല അവൻ. ഒന്നും അങ്ങോട്ട് പച്ച പിടിച്ചില്ല. സമയദോഷം എന്നല്ലാതെ എന്ത് പറയാൻ. ദിവാകരനായിരിക്കും. നീ ആ ലൈറ്റ് ഇട്. എന്തായി നേരത്ത്? അത് സൂക്ഷിച്ചല്ല, എനിക്കറിയാം. ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുമ്പോഴാ വഴി കിടക്കുന്ന കണ്ടത്. നന്നായി കുടിച്ചിട്ടുണ്ട്. കാശിന്റെ കാര്യം പറഞ്ഞ് ആരോടോ വഴക്കിട്ടൂന്ന് അറിഞ്ഞത്. എന്നെ അവൻ തല്ലി വീടില്ല, തിരിച്ച് തല്ലിയിരിക്കേ. അപ്പൊ ഞങ്ങള് ഈ ബോഡി ഇവിടെ എത്തിച്ചതിന് വല്ലതും തന്നോ? തന്താ ഓടോ. എന്താ ദിവാകരേട്ടത്? അകത്തേക്ക് വരൂ.
ഇവനെ ഞാൻ സൂര്യ അച്ഛാ അകത്ത് പോ. അച്ഛൻ നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛവൻ. അകത്ത് പോനാ പറഞ്ഞത്. ദിവാകര, നീ അകത്തേക്ക് പോ. അകത്തായാലും പുറത്തായാലും നിങ്ങൾക്കെന്താ? ഞാൻ തെണ്ടിയല്ലേ. മോനെ, എനിക്ക് നിന്നോട് വേണ്ട, ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട. ഞാൻ നന്നാവൂല. എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. എല്ലാം ശരിയാവും.